ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വലിയ ചിറകുള്ളൊരു വൃദ്ധൻ. ഇതിൻ്റെ റൈറ്റർ ഗബ്രിയൽ ഗാർസിയ മാർക്കോസ് ആണ്. അപ്പം നമുക്ക് ഇനി സ്റ്റോറിയിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കാം. മെയിനായിട്ട് 3 ക്യാരക്ടേഴ്സാണുള്ളത്. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് പെലയോ, സെക്കൻഡ് ക്യാരക്ടർ പെലയുടെ വൈഫായിട്ടുള്ള എലിസാൻഡ, തേർഡ് ക്യാരക്ടറാണ് ഈ ഓൾഡ് മാൻ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറി നോക്കാം. ഒരു ഉച്ചയായ സമയത്ത് നമ്മുടെ പെലയോ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീടിൻ്റെ പിൻഭാഗത്തായിട്ട് എന്തോ സാധനം ചലിക്കുന്നത് പോലെ കാണപ്പെടുക. പെലയോ എന്നിട്ട് അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കുകയാണ്. അപ്പോൾ അതൊരു വൃദ്ധനാണ്, നല്ല പ്രായമുള്ള ഒരു വൃദ്ധൻ. അയാളാണെങ്കിൽ മുഖം താഴ്ത്തിയിട്ടാണ് കിടക്കുന്നത്. അയാൾക്കാണെങ്കിൽ എണീക്കാൻ കഴിയുന്നില്ല. വലിയ ചിറകുകളൊക്കെ ഉണ്ടായതുകൊണ്ട് അയാൾക്ക് എണീക്കാനും പറ്റുന്നില്ല. ഈ കാഴ്ച കണ്ട് നമ്മുടെ പെലയോ ഭയന്ന് തൻ്റെ ഭാര്യ എലിസാൻഡയെ വിളിക്കാൻ ഓടിപ്പോവാണ്. എലിസാൻഡ അവരുടെ കുട്ടിക്ക് ഡ്രസ്സ് എന്തോ ധരിച്ചു കൊടുക്കുന്നെന്തോ സുഖമില്ലാത്തതുകൊണ്ട് എന്തോ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എലിസാൻഡ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ പെലയോ എലിസാൻഡയും കൂട്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ പെലയോ എലിസാൻഡയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവർ രണ്ടുപേരും ഈ വൃദ്ധൻ്റെ ശരീരത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇയാളെ കണ്ടാൽ ഒരു മനുഷ്യന് തുണിക്കഷ്ണം പെറുക്കുന്ന ഒരു മനുഷ്യനെ പോലൊക്കെയാണ് തോന്നുക. അയാളുടെ കഷണ്ടി തലയിലാണെങ്കിൽ കുറച്ച് മുടികളേ ഉള്ളൂ, അതുപോലെ തന്നെ കുറച്ച് പല്ലുകളെ വായിൽ അവശേഷിക്കുന്നുള്ളൂ. അയാളുടെ ഈ ഒരു ദയനീയ അവസ്ഥ കണ്ടാൽ ഒരു മുതുമുത്തച്ഛനൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇയാൾ എത്ര ഇനി ഒരു ചിറകുള്ള ആളാണെങ്കിലും ഒക്കെ എത്ര എന്ത് സ്പെഷ്യാലിറ്റി ഉണ്ട് അയാൾക്കെന്ന് പറഞ്ഞാലും ആ ഒരു സ്പെഷ്യാലിറ്റി ഈ ഒരു വൃത്തികെട്ട ഈ ഒരു കോലം അയാളുടെ ആ ലുക്കിന് തന്നെ ഇല്ലാതാക്കുക ചെയ്യുന്നത്, ആ ഒരു സ്പെഷ്യാലിറ്റി. ഓക്കെ, എന്നിട്ട് ഇയാളുടെ ഈ ബസാർഡ് ചിറകുകളാണെങ്കിൽ ചെളിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും കുറേ ടൈം അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. എലിസാൻഡയും പെലയും ആ കണ്ട അത്ഭുതം മറികടന്ന് ഇതൊരു അറിയുന്ന പരിചിതനെ പോലെ പെരുമാറി തുടങ്ങുകയാണ്. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് അയാളുടെ ശബ്ദം ഭയങ്കര ശക്തിയുള്ളതാണെന്നും അതുപോലെ തന്നെ അയാളുടെ ഭാഷ ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്ക് അറിയാത്തൊരു ഭാഷയിലാണ് അവർ മറുപടി കൊടുത്തത് അയാൾ. അങ്ങനെ ഇവർ ഓരോ നിഗമനത്തിലെത്താണ്. കൊടുങ്കാറ്റിൽ തകർന്ന ഏതോ വിദേശ കപ്പലിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ആളാണെന്ന് അവർ നിഗമനം ചെയ്യാണ്. അങ്ങനെ ഇവരുടെ നൈബറായിട്ടൊരു സ്ത്രീ ഉണ്ട്, അവരെ വിളിക്കണം ഇയാളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർ കണ്ട പാടെ ഇവരെ മിസ്റ്റേക്ക് പറയാണ്. ഈസ് ആൻ ഏഞ്ചൽ, ഇതൊരു ഏഞ്ചലാണ്. അവൻ്റെ കുട്ടിയെയോ എന്തെങ്കിലും തേടി വന്നതായിരിക്കാൻ. പക്ഷേ വളരെ പ്രായമുള്ളൊരു ആളായതുകൊണ്ട് മഴ അവനെ വീഴ്ത്തിയതായിരിക്കാം എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അങ്ങനെ ഇരിക്കെ പിറ്റേന്ന് രാവിലെ പെലയുടെ വീട്ടിൽ ഒരു മാലാഖ ഏഞ്ചൽ തടവിലാണെന്ന് എല്ലാവരും അറിയാണ് ചെയ്യുന്നത്. പെലയോ ഉച്ച കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ഇയാൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിലൊരു ദണ്ട് ഉണ്ട് എന്നുള്ളത് പെലയോ കണ്ടു. അങ്ങനെ ഇരിക്കെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അയാൾ അവനെ ചെളിയിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുവന്ന് കോഴിക്കൂട്ടിലാണ് ഈ ഒരു ഏഞ്ചലിനെ പൂട്ടിയിട്ടത്. കുറച്ച് സമയത്തിന് ശേഷം ഇവരെ കുട്ടി നല്ല പനിയോടുകൂടി തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി എണീക്കാണ്. അപ്പോഴാണ് നമ്മുടെ പെലയോക്കും എലിസാൻഡയ്ക്ക് ഓർമ്മ വരുന്നത്, ഏഞ്ചലിനെ പൂട്ടിയിട്ടതും അവനക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലെന്നൊക്കെ ഉള്ള അവനോടുള്ളൊരു ദയ തോന്നുകയാണ്. അപ്പോൾ എന്നിട്ട് അവർ തീരുമാനിക്കണം അവന് ഒരു 3 ദിവസത്തേക്കുള്ള വെള്ളവും ഭക്ഷണമൊക്കെ ആക്കി ഒരു ചങ്ങാട ഒരു തോണി പോലത്തെ എന്തെങ്കിലും ആക്കിയിട്ട് കടലിൽ അവൻ്റെ വിധിക്ക് വിട്ടുകൊടുക്കാൻ അവർ തീരുമാനിക്കുകയാണ്. എന്നാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മോർണിംഗ് അവർ കോഴിക്കോടിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മുഴുവൻ ആളുകളായിരുന്നു. കോഴിക്കോടിന് ചുറ്റും ആളുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവരെല്ലാവരും ഏഞ്ചലിനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഈ ഒരു സന്ദർശകരാണെങ്കിലോ ഈ ഒരു കോഴിക്കൂട്ടിലേക്ക് അവനക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു കൊടുക്കണം. ഓരോ ഭക്ഷണ സാധനങ്ങളായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒക്കെ വലിച്ചെറിഞ്ഞു കൊടുക്കണം. ഈ ഒരു കോഴിക്കൂടിൻ്റെ ഇടകളിലൂടെ അവനൊരു അമാനുഷിക ജീവിയല്ല, മറിച്ചൊരു സർക്കസ് മൃഗമാണെന്ന് അവർക്ക് തോന്നിപ്പോവാണ്. തടവിലാക്കപ്പെട്ട ഏഞ്ചലിനെ കുറിച്ചിട്ടുള്ള വാർത്ത വളരെ വേഗത്തിൽ തന്നെ എല്ലായിടത്തും പരന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മുറ്റത്ത് ഒരു മാർക്കറ്റിൻ്റെ തിരക്കായി മാറിയിരുന്നു.
ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനോ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു സൈന്യത്തെ വിളിക്കേണ്ടി വന്നു. അത്രക്കും ആളുകൾ കൊണ്ട് അവരെ മുറ്റം നിറഞ്ഞിരുന്നു. ഈ ഒരു ഏഞ്ചലിനെ കാണാൻ ഒരുപാട് സന്ദർശകർ അവിടെ എത്തിയിരുന്നു. അപ്പോഴേക്കും മുറ്റത്ത് വേലി കെട്ടാനും ഏഞ്ചലിനെ കാണാൻ പ്രവേശനത്തിന് 5 സെന്റ് ഈടാക്കാനും അവർക്കൊരാശയം വന്നു. ദൂരെ നിന്നൊക്കെ ആളുകൾ എന്ത് ചെയ്യാണ് വന്നു തുടങ്ങി ഈ ഒരു ഏഞ്ചലിനെ കാണാൻ. ഭൂമിയിലെ ഏറ്റവും വലിയ നിർഭാഗ്യവന്മാരായ വികലാംഗർ അവരുടെ ആരോഗ്യം നന്നാക്കാൻ വരെ എന്ത് ചെയ്യാണ് ഈ ഒരു ഏഞ്ചലിനെ കാണാൻ എത്തിച്ചേരുകയാണ്. പെലയോയും എലിസാൻ്റെയും ക്ഷീണിതരാണെങ്കിലും അവർ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഒരാഴ്ചക്കുള്ളിൽ ആയപ്പോയേക്കും അവരെന്ത് ചെയ്തു, അവരുടെ മുറികളിൽ പണം നിറച്ചിരുന്നു. എന്നിട്ടും പ്രവേശിക്കാൻ ഒരു ഊഴത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഓരോ സന്ദർശകരും. ഈ സന്ദർശകരുടെ ലൈനാണെങ്കിൽ വീടിൻ്റെ പുറത്തേക്ക് എത്തിയിരുന്നു. അത്രക്ക് സന്ദർശകരെ കൊണ്ട് നിറഞ്ഞിരുന്നു അവരുടെ മുറ്റം. സ്വന്തം പ്രവൃത്തിയിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരേ ഒരു ഏഞ്ചലായിരുന്നു അദ്ദേഹം. കാരണം ആ കൂട്ടിൽ അത്രയും സുഖമായി മുഴുവൻ സമയം അവൻ ചിലവഴിച്ചു കഴിഞ്ഞിരുന്നു. ഫസ്റ്റ് ടൈം അവരെന്ത് ചെയ്യണം, അവനക്ക് പുഴുക്കളെ കഴിക്കാൻ കൊടുക്കണം. പക്ഷെ അവനത് കഴിക്കണില്ല. എന്നിട്ട് പിന്നെ അവൻ ആകെ കഴിക്കുന്ന ഒരു ഭക്ഷണം എന്ന് പറയുന്നത് വഴുതന കൊണ്ടുണ്ടാക്കിയൊരു കഞ്ഞി മാത്രമാണ്. അവൻ്റെ ഏക അമാനുഷിക കഴിവ് എന്ന് പറയുന്നത് ക്ഷമ മാത്രമായിരുന്നു കേട്ടോ. കോഴികൾ അവൻ്റെ ചിറകിനുള്ളിൽ കൊത്തി വലിച്ചപ്പോഴും അവിടെയും അവന് ക്ഷമ കാണിച്ചു. അതുപോലെ തന്നെ മുടന്തർ വന്നിട്ട് അവൻ്റെ തൂവലുകളൊക്കെ പിച്ചി പറിച്ചെടുക്കുകയാണ്. അവരുടെ ആ ഒരു മുടന്തം മാറ്റാൻ വേണ്ടിയിട്ട് അതൊക്കെ പിച്ചി പറിച്ചെടുക്കുമ്പോഴും അവന് ആ കാര്യത്തിലും അവിടെ ക്ഷമ കാണിച്ചു. എത്ര കരുണയുള്ള ഒരാളാണെങ്കിലും ആ ഒരാൾ കല്ലെറിഞ്ഞാലും അവൻ എല്ലാ കാര്യം കൊണ്ടും അവൻ ക്ഷമ കാണിക്കുകയാണ് എല്ലാവരോടും ചെയ്തത്. അങ്ങനെയുള്ളൊരു ഏഞ്ചലായിരുന്നു ഇദ്ദേഹം. എല്ലാത്തിനുമുപരി അവൻ നിൽക്കുന്നത് കാണാൻ വേണ്ടി അവനെ എഴുന്നേൽപ്പിച്ച് നിൽക്കാൻ മാത്രമാണ് അവർ ശ്രമിച്ചു കൊണ്ടിരുന്നത്. വേറൊന്നിനും അവന് ആവശ്യമില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു സന്ദർശകരായിരുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ അടുത്തായിട്ട് ഒരു ട്രാവലിംഗ് ഷോ വരികയാണ്. ഇടിമിന്നലിലൂടെ എട്ടുകാലിയായി മാറിയ ഒരു സ്ത്രീ ആയിരുന്നു മെയിൻ അട്രാക്ഷൻ ആ ഒരു ഷോയുടെ. അവളെ കാണാനുള്ള പ്രവേശന ഫീസ് നമ്മളെ ഏഞ്ചലിനെ കാണാനുള്ള ഫീസിനേക്കാൾ വളരെ കുറവായിരുന്നു. അവളെ കുറിച്ചാണെങ്കിൽ എല്ലാ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അനുവാദവും ഈ ഒരു ഓഡിയൻസിന് അവർ കൊടുത്തിരുന്നു. പക്ഷേ പെലയോയ്ക്കും ഭാര്യ എലിസാൻ്റെക്കും ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അവർ ലാഭിച്ച പണം ഉപയോഗിച്ച് വീടും ബാൽക്കണികളും പൂന്തോട്ടങ്ങളൊക്കെ എല്ലാം അടങ്ങിയ ഒരു നില വീട് തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. മഴക്കാലത്ത് ഞണ്ടുകൾ അകത്ത് കയറാതിരിക്കാൻ ഉയർന്ന വലയും ഏഞ്ചൽ അകത്ത് കയറാതിരിക്കാൻ ഇവർ ജനാലകളിൽ ഇരുമ്പ് കമ്പികളും ഒക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് ചെയ്തു വെച്ചിരുന്നു. അത്രയ്ക്കും അടിപൊളി വീട് അവർ ഈ ഒരു പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയിരുന്നു. പിന്നീട് പെലയോ മുമ്പ് ചെയ്തിരുന്ന ജോലി ഉപേക്ഷിച്ച് പുതിയൊരു ജോലിയിലേക്ക് മാറുകയും അതുപോലെ തന്നെ എന്നേക്കുമായി പഴയ ജോലി ഉപേക്ഷിക്കുകയും പിന്നീട് നമ്മുടെ എലിസാൻ്റെ ഹൈ ഹീൽസ് ചെരുപ്പുകളും അതുപോലെ തന്നെ സിൽക്ക് സാരികളൊക്കെ ഉപയോഗിക്കാനൊക്കെ തുടങ്ങി. അതൊക്കെ വാരിക്കൂട്ടാൻ തുടങ്ങി. ഒരുപാട് വാങ്ങിച്ച് പണം ഒരുപാടുണ്ടല്ലോ, അപ്പോൾ വാങ്ങിച്ച് കൂട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കോഴിക്കോട് മാത്രമാണ് ആരും ശ്രദ്ധിക്കാതെ പോയത്. അത് വീട് മാറിയെങ്കിലും ആ ഒരു കോഴിക്കോടിനെ ആരും ശ്രദ്ധിക്കാനേ പോയിട്ടില്ല. കോഴിക്കോടിൽ നിന്നുള്ള ഒരു സ്മെല്ലും അതുപോലെ തന്നെ ചാണകക്കുഴി അങ്ങനെ എന്തോന്നും അവിടെ പറയുന്നുണ്ട്. അതിൽ നിന്നുള്ള ആ ഒരു സ്മെല്ലും കൂടി എന്ത് ചെയ്യണേ ഈ ഒരു പുതിയ വീടിനെ പഴയ വീടിൻ്റെ ആ ഒരു മാറ്റത്തിന് കൊണ്ടുവരുന്നില്ല. പുതിയ വീടാക്കി മാറ്റിയെങ്കിലും ഈ ഒരു സ്മെല്ല് അതിനെ പഴയ വീടാക്കി തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവരുടെ കുട്ടി നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനെ കോഴിക്കോടിന് അധികം അടുക്കാതെ ഇരിക്കാൻ അവർ നന്നായി ശ്രദ്ധിച്ചിരുന്നു. വീട്ടിലുള്ള ആ ഒരു ഗന്ധവുമായിട്ട് അവർ പൊരുത്തപ്പെടുകയും ചെയ്തിരുന്നു. കുട്ടിക്ക് അതേപോലെ തന്നെ 2ാമത്തെ പല്ല് വന്ന സമയത്താണ് എന്ത് ചെയ്യണത്, അവന് കോഴിക്കോടിൽ കളിക്കാനൊക്കെ പോയി തുടങ്ങി. 2 പേർക്കും ഒരേ സമയം എന്ത് ചെയ്യണേ, ചിക്കൻ ബോക്സ് ബാധിക്കണം. അതായത് കുട്ടിക്കും ഈ ഒരു ഏഞ്ചലിനും ഒരേ സമയത്ത് ചിക്കൻ ബോക്സ് ബാധിക്കാണ്. അങ്ങനെ കുട്ടിയെ നോക്കാൻ വന്ന ഡോക്ടറോട് നമ്മളുടെ ഏഞ്ചലിനെയും പരിശോധിച്ച് നോക്കാൻ പറയാണ്.
ഡോക്ടർ നോക്കിയപ്പോൾ നമ്മളെ ഏഞ്ചലിൻ്റെ ആ ഒരു ഹാർട്ട് ബീറ്റും കിഡ്നീൻ്റെ ആ ഒരു മിടിപ്പും എല്ലാം എന്താ പറയുക മറ്റുള്ള ഒരു ജീവിയിൽ നിന്ന് മനുഷ്യജീവിയിൽ നിന്നൊക്കെ ഈ ഒരു ഏഞ്ചലിൻ്റെ ആ ഒരു മിടിപ്പിനെയൊക്കെ വ്യത്യസ്തമാക്കിയിരുന്നു. ആ ഒരു വ്യത്യസ്തത നമ്മുടെ ഈ ഡോക്ടർ കണ്ടെത്തിയിരുന്നു, കുട്ടിയുടെ നോക്കാൻ വന്ന ഡോക്ടർ കണ്ടെത്തി. എന്നിരുന്നാലും അവരെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അവൻ്റെ ആ ഒരു വിങ്സിൻ്റെ ശക്തിയായിരുന്നു, ആ ഒരു ചിറകിൻ്റെ ശക്തിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പൂർണ്ണമായും മനുഷ്യജീവിയായ ആ ജീവിയിൽ അവ വളരെ സ്വാഭാവികമായി തോന്നി. മറ്റുള്ളവർക്കും അവ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലാവുന്നില്ല. പിന്നീട് കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ വെയിലും മഴയും കാരണം കോഴിക്കോട് തകർന്നു പോവാണ്. ഏഞ്ചൽ വഴി തെറ്റി മരിക്കുന്ന മനുഷ്യനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴച്ചു. അവൻ ഒരേ സമയം പലയിടത്തും ഉള്ളതായി തോന്നി. അവന് ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ്റെ കണ്ണുകളാണെങ്കിലോ മൂടൽമഞ്ഞ് പോലെ മഞ്ഞ് നിറഞ്ഞതുപോലെ കണ്ണുകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവന് തൂണുകളിലൊക്കെ ഇടിച്ചിരുന്നു. പെലയോ അവൻ്റെ മേൽ ഒരു പുതപ്പ് ഇട്ടുകൊടുത്തു. ഷെഡിൽ ഉറങ്ങാനും അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അവന് പനിയുണ്ടെന്നുള്ള അവർ മനസ്സിലാക്കണം, അവനക്ക് നല്ല പനിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അവൻ മരിക്കാൻ പോവുകയാണെന്ന് കരുതി അവർ പരിഭ്രാന്തരായി. എന്നിട്ടും അവൻ ആ ഒരു മോശമായ സമയത്തെയും അതിജീവിച്ചു. ആദ്യത്തെ വെയിലുള്ള ദിവസങ്ങളിൽ അവൻ സുഖം പ്രാപിച്ചതായി തോന്നി. മുറ്റത്തിൻ്റെ ദൂരെയുള്ള മൂലയിൽ അനങ്ങാതെ അവൻ കുറേ ദിവസം കിടക്കുകയാണ്. ഡിസംബർ തുടക്കത്തിൽ അവൻ്റെ ചിറകുകളിൽ വലിയ കട്ടിയുള്ള ചില തൂവലുകൾ വളരാൻ തുടങ്ങി. അവ ഒരു പേടിപ്പക്ഷിയുടെ തൂവലുകൾ പോലെ കാണപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം മോർണിംഗ് എലിസാൻഡ് ഉച്ചഭക്ഷണത്തിനുള്ള ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ. അപ്പോൾ അടുക്കളയിലേക്ക് ഒരു കാറ്റ് വീശി. നമ്മുടെ എലിസാൻ്റെ ജനലരികിലേക്ക് ചെന്നിട്ട് ഇതെന്താണെന്ന് നോക്കുകയാണ്. അപ്പോൾ ഏഞ്ചൽ ആദ്യം പറക്കാനുള്ള ശ്രമം നോക്കുകയാണ്. വിചിത്രമായ കാഴ്ച കണ്ട് നമ്മൾ എലിസാൻഡ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ എന്ത് പറയാന്ന് വെച്ചാൽ അപ്പോഴേക്കും വായിൽ പിടികിട്ടാതെ നമ്മുടെ ഏഞ്ചൽ പറന്ന് ഉയരാൻ തുടങ്ങിയിരുന്നു. ഷെഡൊക്കെ ഇടിച്ചു നിരത്താൻ തുടങ്ങി. പക്ഷെ അവൻ ഉയരത്തിലെത്തി. അവൻ പോയപ്പോൾ രണ്ടുപേരും ഒരു ആശ്വാസ നെടുവീർപ്പിടുകയാണ് ചെയ്തത്. ഒരു വൃദ്ധ കഴുകനെ പോലെ അപകടകരമായ അടിയോടെ എങ്ങനെയോ ഒരു മാറിക്കിട്ടിയ എന്തോ കിട്ടിയ പോലെ ആ ഒരു നമ്മുടെ ഏഞ്ചലിന് തോന്നാണ്. പറന്നുയർന്ന് ഒരു കഴുകനെ പോലെ പറന്നു പോവുകയാണ് ചെയ്തത്. പക്ഷെ ഒരിക്കലും അവർക്ക് അവർക്കൊരു ശല്യമായിട്ട് അവനെ തോന്നിയിട്ടില്ല. അവർക്ക് കടലിൻ്റെ അക്കരെയുള്ള അപ്പുറത്തുള്ളൊരു ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ബിന്ദു എന്നൊക്കെ പറയാം, അങ്ങനെയുള്ളൊരു ഇതായിട്ടാണ് അവർ സങ്കല്പിച്ചാണ് അവനെ വീട്ടിൽ ആ ഒരു ഇത്രയും കാലം അവനെ നോക്കിക്കൊണ്ടിരുന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റോറി. ഇത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.